നമസ്കാരം. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടൊരു വീഡിയോ ആണ്. പഞ്ചാബിലെ ഷോപ്പിങ്ങിന് പോയ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു കുഞ്ഞ്, ചെറിയൊരു കുഞ്ഞ് ആ ഷോപ്പിംഗ് കടയിലെ ഗ്ലാസ്സിൽ ആടി തൂങ്ങുകയും ആ ഗ്ലാസ് മറിഞ്ഞ് കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് വീഴുകയും കുഞ്ഞ് ഹോസ്പിറ്റലിലെത്തിയെങ്കിലും മരണപ്പെടുകയും ചെയ്തു എന്നൊരു വിഷയം. ഒരു പക്ഷേ പഞ്ചാബിലായതുകൊണ്ട് നമുക്കിത് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ലായിരിക്കാം, നമ്മളത് ഇഗ്നോർ ചെയ്ത് പോകുമായിരിക്കും. പലപ്പോഴും കാണുന്നൊരു വലിയൊരു കാര്യം വെച്ചാൽ, ഞാൻ കുറ്റം പറയുകയല്ല, ഈ പേരൻറ്റിങ്ങിനകത്ത് വരുന്നൊരു പ്രോബ്ലം, ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഷോപ്പിംഗ് മോളിലും അല്ലെങ്കിൽ ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ പോയിട്ട് അവരെ വെറുതെ കയർ കുഞ്ഞിങ്ങ് വിടും. അവരെന്താ ചെയ്യുന്നതെന്ന് ഒരു പിടിയില്ലാതെ, അല്ലെ അവരെ നിയന്ത്രിക്കാതെ, അവർ ചെയ്യുന്നത് എന്നാൽ തെറ്റാണെന്നോ അല്ലെ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാനോ ഒന്നും ശ്രമിക്കത്തില്ല. അവരെതിലും പോട്ടെ, കുഴപ്പമൊന്നുമില്ല, അവർക്ക് എന്ത് പറ്റാനാ എന്ന് ചിന്തിക്കും. പലപ്പോഴും പല ഷോപ്പിംഗ് സെൻറ്ററിലും ചിലപ്പോൾ ഈ തുണിക്കടയിലൊക്കെ ആണെങ്കിൽ വലിച്ച് പിള്ളേരെല്ലാം തുണിയിടുകയും അല്ലെങ്കിൽ മറ്റു സാധനങ്ങളും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളി ആൾക്കാർ. ഈ പേരൻസിൻ്റെ ഒക്കെ ഒരു ചിന്ത വെച്ചാൽ, കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് എന്ത് പറ്റാനാ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ പകുതി മുക്കാൽ ആൾക്കാർ ഈ ഷോപ്പിങ്ങിന് ചെന്ന് കഴിയുമ്പോൾ ഏതോ ആന കരിമ്പൻ കാട്ടി കയറിയ ഒരു പ്രതീതിയിലാണ് പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, മക്കളെ അതങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ് നമ്മൾ അല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ. പണ്ടൊരു ജ്വല്ലറിയിൽ വർഷങ്ങൾക്ക് മുമ്പാണ്, ഓണത്തിനോ എന്തോ ഒരു സമയത്ത് ഒരു സെയിൽ നടക്കുമ്പോൾ അപ്പനും അമ്മയും കുഞ്ഞും കൂടെ വന്നു. ഈ കുഞ്ഞുങ്ങളെ കളിക്കാൻ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അവർ ജ്വല്ലറിയിലെ സാധനങ്ങളൊക്കെ എടുത്തു. അപ്പനും അമ്മയും സാധനങ്ങളൊക്കെ ബില്ല് കൊടുത്തിട്ട് വണ്ടിയിൽ കയറി അങ്ങ് പോയി. ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് ഇവരുണ്ട് ഇടിച്ചു കുത്തി തിരിച്ചു വരുന്നു. കാരണം ഇവർ ഈ സ്വർണ്ണമൊക്കെ എടുത്ത് കയറി പോയപ്പം കൊച്ചിനെ തിരിച്ചെടുക്കാൻ മറന്നുപോയി. പത്തനംതിട്ട സംഭവമാണ്. പത്തനംതിട്ടയിലുള്ള ആളുകൾക്ക് അറിയാം, അന്നൊക്കെ അത് വലിയൊരു വാർത്തയായിരുന്നു. ഈ കുഞ്ഞിനെ എടുക്കാതെ അവരെ വണ്ടിയിൽ കയറി പോയി. അവസാനം അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് ഒരു കുഴപ്പമില്ല, ആ കുഞ്ഞ് നിർത്തിയെടുത്ത് തന്നെ കളിച്ചുകൊണ്ട്, കുറേ ബലൂണൊക്കെ ഉണ്ട് അവിടെ കളിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. കാരണം കുഞ്ഞ് കടയിലുണ്ടെന്നുള്ള കാര്യം പോലും മറന്ന് ചില പേരൻസ് പോകും. ഇപ്പം ഈ ഒരു ആക്സിലറേഷൻ നിങ്ങൾ കണ്ട വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കണ്ടാൽ ശ്രമിക്കുക. അതിൻ്റെ അടുത്തെങ്ങും ആരുമില്ല, തന്നെ ആ കൊച്ചിങ്ങനെ ആ കഥയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. ആ കഥ ക്ലിപ്പേന്ന് വിട്ട് ഈ കുഞ്ഞിൻ്റെ മണ്ടക്കോട്ടാണ് വന്ന് വീഴുന്നത്. കുഞ്ഞ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഉണ്ടാകുന്ന ചില അശ്രദ്ധ ജീവിതം മുഴുവനും നമ്മൾ വിഷമിക്കാനിടയുണ്ടാകും.